സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന LPST ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൽ ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രി അധ്യാപക വിദ്യാർത്ഥി അനുപാതം പരിശോധിക്കാമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പു നൽകി. 1:25 എന്ന അനുപാതം സംബന്ധിച്ച് പ്രപ്പോസൽ നൽകാൻ വിദ്യാഭ്യാസ സെക്രട്ടറി ചുമതലപ്പെടുത്തും. ഇന്നലെ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ നിലപാട്. ഗോപാൽ ശിലാസനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, ഈ സമരത്തിന്റെ ആവശ്യങ്ങളിൽ ഒന്ന് ഈ വിദ്യാർത്ഥി അധ്യാപക അനുപാതം 1:25 ആക്കി ക്രമീകരിക്കുക എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് നിയമനങ്ങൾ വേഗത്തിലാക്കുക എന്നുള്ളതാണ്. അതിൽ ഇനിയും ചർച്ച നടക്കേണ്ടതുണ്ട്. അതെ മാധു, തീർച്ചയായിട്ടും ഇന്ന് LPST ഉദ്യോഗാർത്ഥികളുടെ സമരം 11ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ ഒരു ധാരണ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു ആശാവഹമായ ഒരു മറുപടി സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്നത്. ഇവർ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിദ്യാർത്ഥി അധ്യാപക അനുപാതം 1:25 മാറ്റി പരിഷ്കരിക്കണമെന്നുള്ളത്. ആ കാര്യം പരിശോധിക്കാം എന്ന ഉറപ്പാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നേരിട്ടുള്ള കൂടിക്കാഴ്ച ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികളുമായി പങ്കുവച്ചത്. ഇക്കാര്യം സംബന്ധിച്ച് വിശദമായിട്ടൊരു പ്രപ്പോസൽ സമർപ്പിക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തും. സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഇതിന്റെ പ്രായോഗികതയും അതുപോലെ തന്നെ ഇതിന്റെ ബുദ്ധിമുട്ടുകളും ഗുണവശങ്ങളും എല്ലാം പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പക്ഷേ അത് എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സ്ഥിരീകരണം ലഭിക്കാത്തതിനാൽ തന്നെ അവർ സമരവുമായി തന്നെ മുന്നോട്ട് പോകാം എന്ന ധാരണയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇന്നും സെക്രട്ടേറിയറ്റ് പടിക്കൽ അവർ സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മുട്ടിലിഴഞ്ഞും അതിന് മുൻപത്തെ ദിവസം മണ്ണ് വാരിത്തിന്നുമൊക്കെ സമരം ചെയ്തുവെങ്കിലും ഇന്ന് ഇത്തരത്തിലൊരു പോസിറ്റീവായ റെസ്പോൺസ് ഉണ്ടായ പശ്ചാത്തലത്തിൽ മറ്റ് സമര പരിപാടികളിലേക്ക് അവർ കടക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ സമര പരിപാടികൾ എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം. ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്. LPST ഉദ്യോഗാർത്ഥികളുടെ സമരം അവിടെ തുടരുകയാണ്. വിദ്യാർത്ഥി അധ്യാപിക അനുപാതവുമായി ബന്ധപ്പെട്ട സർക്കാർ എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് തേടും എന്ന് മന്ത്രി അവർക്ക് ഉറപ്പു നൽകിയിരിക്കുന്നു.